ആധാറിലെ അഡ്രസ്സ് മാറ്റാൻ നമുക്ക് ഒരു രേഖയും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആധാറിൽ അഡ്രസ്സ് ഒരു രേഖയും ഇല്ലാത്തവർ എങ്ങനെ തിരുത്തും എന്നതിനെ കുറിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മുമ്പ്. പക്ഷെ അതിൽ ഞാൻ റെഡ് ഫോമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ പല ആളുകളും ചോദിച്ചു കമൻറ്റിലൂടെ, എന്താണ് റെഡ് ഫോം, അത് എവിടുന്നാണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇതാണ് റെഡ് ഫോം. ഈ ഫോമാണ് റെഡ് ഫോം എന്ന് പറയുന്ന ഫോം. ഇത് UID പറയുന്ന പേര് റെഡ് ഫോം എന്നല്ല കേട്ടത്. ഞങ്ങളൊക്കെ ആധാർ എടുക്കുന്ന സെൻറ്ററിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി റെഡ് ഫോം എന്ന് പറയുന്നതാണ്. ഒന്നാമത് ഇവിടെ റെഡ് ഒരു കളറൊക്കെ ഉണ്ട്, അപ്പോൾ റെഡ് ഫോം എന്ന് പറയാണ്. അതല്ലാതെ ഇതിൻ്റെ ശരിക്കുള്ള പേര് UIDI സ്റ്റാൻഡേർഡ് ഫോമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് രേഖ. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു രേഖയും ഇല്ലാത്ത ഒരു വ്യക്തി, അതായത് ആധാറിൽ നമുക്കൊരു അഡ്രസ്സ് മാറ്റണം, ആ വ്യക്തിക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന അഡ്രസ്സിൽ ഒരു രേഖയും ഇല്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഇതൊരു രേഖയായി കൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആധാറിലെ അഡ്രസ്സ് മാറ്റാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, ഈ ഫോം വാങ്ങി ഈ ഭാഗം ഇതുവരെയുള്ള ഭാഗം നമ്മുടെ കസ്റ്റമറുടെ ഭാഗമാണ്, അഥവാ ആധാർ ഹോൾഡറുടെ ഭാഗമാണ്. ഇത് വളരെ ഭംഗിയായി വലിയക്ഷരത്തിൽ തെറ്റാതെ വെട്ടാതെ അതുപോലെ വൈറ്റ്നറൊന്നും ഇടാതെ ഓവർ റൈറ്റ് ഒന്നും ചെയ്യാതെ പൂരിപ്പിക്കുക. ഫുള്ള് പൂരിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒട്ടിക്കുക. ആരുടേത് ആധാറാണ് തിരുത്തേണ്ട അവരെ ഫോട്ടോ ഒട്ടിക്കുക, ഇവിടെ ഒപ്പിടുക, സൈൻ ചെയ്യുക. പിന്നെ ഈ ഭാഗം ആരാണ് ഇതിൽ അറ്റസ്റ്റ് ചെയ്യുന്ന ഗസറ്റ് ഓഫീസർ, ആ ഓഫീസറുടെ ഡീറ്റെയിൽസ് ആണ്. അവരുടെ പേര്, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ഡെസിഗ്നേഷൻ, അവർ ഏത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, അവരെ ഓഫീസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ, അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫുള്ള് എഴുതുക. അവരുടെ പേഴ്സണൽ അഡ്രസ്സ് അല്ല കേട്ടോ, അവരുടെ ഓഫീസ് അഡ്രസ്സാണ്. ഇത് അവർക്കറിയാം, അതാണ് എഴുതേണ്ടത്. അത് നമ്മൾ നോക്കേണ്ട, അവർ എഴുതും. അവരെ ഫോൺ നമ്പർ, കോൺടാക്ട് നമ്പർ. എന്നിട്ട് അവരിവിടെ എന്ത് ചെയ്യണം, അവരെ സീൽ ഇവിടെ അടിക്കണം, അതുപോലെ തന്നെ സൈൻ ചെയ്യണം. ഈ ഫോട്ടോത്തിന്റെ മുകളിൽ അവർ ക്രോസ് സൈൻ ചെയ്യും. അതേപോലെ തന്നെ ഈ സീൽ ഇവിടെ അടിച്ച അതേ സെയിം സീൽ ഇവിടെ അടിക്കും. പിന്നെ ഒരു ഓഫീസ് സീൽ ഉണ്ടാവും. ഇപ്പോൾ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ പഞ്ചായത്തിന് എന്തുണ്ടാവും, ഒരു സീൽ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കുറുവ പഞ്ചായത്താണ്, അപ്പോൾ പഞ്ചായത്ത് ഓഫീസ് കുറുവ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീൽ ഉണ്ടാവും. അത് വേണ്ട, അത് ഓഫീസ് സീലാണ്. അത് ആവശ്യമില്ല. ആ വ്യക്തിയുടെ ഡെസ്റ്റിനേഷൻ കാണിക്കുന്ന സീലാണ് വേണ്ടത്. ഇവിടെ അടിക്കണം, ഇവിടെ അടിക്കണം. ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഇപ്പോൾ ചില ആളുകളൊക്കെ ഇത് ഫില്ല് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, ഇവിടെ സീൽ അടിച്ചിട്ടുണ്ടാവും, ഇവിടെ സീൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവില്ല. ഫോട്ടോ തുമ്മലും വേണം, ഒപ്പും അതുപോലെ സീലും, അതേ സീല് ഇവിടെയും വേണം, ഒപ്പും വേണം. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഇതാണ് റെഡ് ഫോം എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കുന്ന ഫോം. ഈ ഫോം ഉപയോഗിച്ചുകൊണ്ട് ആരുടെയും അഡ്രസ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ വെട്ടും തീർത്തും കുത്തും പാടില്ല, നല്ലോ ശ്രദ്ധിക്കുക. നല്ല വൃത്തിയായിട്ട് ഫോം ഫില്ല് ചെയ്യണം. അതോടുകൂടി ഇതൊരു പ്രൂഫായി മാറി ഈ പ്രൂഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആധാറിലെ അഡ്രസ്സ് മാറ്റാവുന്നതാണ്. UIDയുടെ സൈറ്റിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ആധാർ എടുക്കുന്ന സെൻറ്ററിൽ ചോദിച്ചാൽ അവരത് എടുത്തു തരും കേട്ടോ. അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആധാറിലെ അഡ്രസ്സ് മാറ്റാൻ മാത്രമേ ഇത് പറ്റുള്ളൂ. അതും ആധാറിലെ അഡ്രസ്സേ മാറ്റാൻ പറ്റുള്ളൂ. മറ്റ് ഒരു രേഖയിലെയും, ഒരു വോട്ടർ ID-യിലെയോ പാസ്പോർട്ടിലെയോ ഡ്രൈവിംഗ് ലൈസൻസിലെയോ ജനന സർട്ടിഫിക്കറ്റിലൊക്കെ അഡ്രസ്സ് മാറ്റാൻ ഒരിക്കലും ഈ ഫോം ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഓൺലി ആധാറാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ നൗ സലാമത്തേക്ക് പറ്റലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.